കയ്പില്ലാത്തൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത്തിരി വലിയ നാരങ്ങയായിരുന്നു. ഒരു 25 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയ്ക്ക് ആവശ്യമായ 2 കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് അതൊരു അപ്പച്ചമ്പി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 8 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പോൾ തന്നെ അത് പാകത്തിന് വെന്ത് കിട്ടും. അത് കഴിയുമ്പം അത് ഓരോന്നും എടുത്ത് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നല്ലതുപോലെ തുടച്ച് കഷ്ണമായിട്ട് മുറിച്ച് വെക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 50 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് നടുവേ കീറിയിട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂക്കുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു ചെറിയ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ കയ്പ് കുറയാനായിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ല കുപ്പി ഭരണിയിലിട്ട് അത് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.